നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വ്രതാനുഷ്ഠാനത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും റംസാൻ 30 നോമ്പിന് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലും നടത്തിയ പ്രാർത്ഥനകളിലും നിസ്കാരങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുത്തനുടുപ്പുകൾ അണിഞ്ഞും സന്തോഷത്തിന്റെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയും ചെറിയ പെരുന്നാൾ ദിനം ആഘോഷിച്ചു. തൃപ്രയാർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TSGA സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഇസ്ലാമിക് സെന്റർ ജുമാ മസ്ജിദ് ഖത്തീബ് AS അബ്ദുറഹ്മാൻ മാസ്റ്റർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഒരു മാസക്കാലം വ്രതമെടുത്ത് ആർജിച്ചെടുത്ത മൂല്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിക്കണമെന്നും പരസ്പരം സ്നേഹം നിലനിർത്തുകയും സഹോദര സമുദായങ്ങളുമായി പെരുന്നാൾ സന്തോഷം പങ്കിടുവാനും പ്രവാചകന്മാർ ലോകത്തിന് മാതൃകയായതുപോലെ നമ്മളും മാതൃകയായി നിലകൊള്ളണമെന്നും വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. ഇസ്രായേൽ കൂട്ടക്കുരുതിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും കുലാഷ് പ്രദർശനവും സംഘടിപ്പിച്ചു. കുഞ്ഞി മുഹമ്മദ്, ഷിയാത്ത് മജീദ്, റഹീം നാട്ടിക, സജീവ് അൻസാരി, അഫ്സൽ, റഷീദ്, അസ്ലം, മുഷി, ബഷീർ സെൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് പുത്തൻപള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടന്നു. പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് അബ്ദുസമദ് ഫൈസി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി, സെക്രട്ടറി നസീർ PI, കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, ഷക്കീർ, നിഷാദ്, ഷെരീഫ്, ഷാജഹാൻ, മുഹമ്മദ്, KK ഹനീഫ, ഷാനു, ഷഹീൻ, ഷംസു, അബു താലിബ്, മുഹമ്മദ് അലി, മുൻ പ്രസിഡന്റ് സത്താർ ഹാജി എന്നിവർ നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം മധുര വിതരണവും പായസ വിതരണവും ഉണ്ടായിരുന്നു. ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ചാലുകുളം മഹൽ സംഘടിപ്പിച്ച പെരുന്നാൾ നിസ്കാരത്തിന് രാവിലെ മഹൽ ഖത്തീബ് T അബൂബക്കർ മദനി മണ്ണാർക്കാട് നേതൃത്വം നൽകി. ഉസ്താദുമാരായ VA നിഷാദ് ഗാഫി, TH ഇബ്രാഹിം മുസ്ലിയാർ, K സുലൈമാൻ മുസ്ലിയാർ, മഹൽ സെക്രട്ടറി PV ഫൈസൽ, പ്രസിഡന്റ് RA ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നിസ്കാരശേഷം വിശ്വാസികൾക്ക് ലിയോ ഗ്രൂപ്പ് മധുര വിതരണം നൽകി. പെരുങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. മഹൽ ഖത്തീബ് ഷാക്കിർ ഫൈസ് നേതൃത്വം നൽകി. മഹൽ ഖത്തീബ് എല്ലാവർക്കും ഈദ് സന്ദേശവും നൽകി. മഹൽ പ്രസിഡന്റ് OH ബഷീർ സാഹിബ്, സെക്രട്ടറി ഷെരീഫ്, മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ നിവാസികൾ എന്നിവർ പങ്കെടുത്തു. ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയിൽ വിശ്വാസികൾ പരസ്പരം ഈദ് സന്ദേശം കൈമാറി. ഒരു മാസക്കാലമായി നടത്തിവന്ന ജീരക കഞ്ഞി വിതരണത്തിനും സമാപനമായി. 36 പള്ളികളിലേക്കാണ് എല്ലാ ദിവസവും കഞ്ഞി വിതരണം ചെയ്തത്. വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യദിനങ്ങൾ ഞങ്ങളിൽ നിന്ന് വിടവാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ഞങ്ങളിൽ സമാപരമായ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇനി ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്തോഷം, ഇന്ന് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സന്തോഷം എന്തെന്നറിയാത്ത ഒരു ലോകം ഇന്ന് പരിസരത്ത് ജീവിക്കുന്നു. അത് സഹോദര സമുദായത്തിലാണെങ്കിലും എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഈ ദൈവ സന്ദേശം മുകളിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളാണ് ഇങ്ങനെ ഒരുമിച്ചുകൊണ്ടുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവിധത്തിലുള്ള പരിപൂർണമായ പെരുന്നാൾ സന്ദേശവും ഞങ്ങൾ പരസ്പരം കൈമാറുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.
ഇടതുപക്ഷ മത്സ്യത്തൊഴിലാളി സംഗമം വലപ്പാട് ബീച്ചിൽ നടന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേകതരം കോരയുടെ പേരിക്കറിയില്ല അല്ലേ, ഒരു പ്രത്യേകതരം കോര ലേലം പിടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പികക്കാണ് ലേലം പിടിച്ചത്. അപ്പൊ എന്താണ് ഈ കോരയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഈ കോരയുടെ നാര് ഉപയോഗപ്പെടുത്തിയിട്ട് ഹൃദയ സംബന്ധമായ ഓപ്പറേഷന് PS ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, PA രാംദാസ്, VR ബാബു, TS മധുസൂദനൻ, EK തോമസ്, PS ഷജീദ്, VV അനിത, KK രമേശ്, VS സൂരജ് എന്നിവർ സംസാരിച്ചു. മണപ്പുറം വയോജനക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തളിക്കുളം, നാട്ടിക, വലപ്പാട് പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത വയോജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. ശശി കടവിലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ വിതരണോദ്ഘാടനം ചെയ്തു. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. വയോജനക്ഷേമ സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം, രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്ര മാസ്റ്റർ, M സ്വർണലത, കിഷോർ വാഴപ്പുള്ളി, ബിജോയ് PS, അശോകൻ കാളക്കുടുവത്ത്, ഫൗണ്ടേഷൻ CEO ജോർജ് ഡിദാസ്, ശില്പ സെബാസ്റ്റ്യൻ, മാനുവൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കിഴുപ്പുളിക്കര ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, പന്തീരടി പൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, നടക്കൽ പറന്നിറക്കൽ, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് പൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി ദേവാനന്ദമേളങ്ങൾ, തായമ്പക, ഭഗവതിക്ക് തോറ്റംപാട്ട്, വിളക്കിനെഴുന്നള്ളിപ്പ്, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായൺകുട്ടി ശാന്തി, മേൽശാന്തി അനീഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് PS സുനിൽകുമാർ, സെക്രട്ടറി PR പുഷ്കരൻ, ട്രഷറർ PL ലിജീഷ്, രക്ഷാധികാരി PR കൃഷ്ണരാജ്, ക്ഷേത്രം മാനേജർ PI ഗോപിനാഥ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നടുവിൽക്കര കിഴക്കിനിയത്ത് കുഞ്ഞിവേളായുധൻ ഭാര്യ കുട്ടിപ്പെണ്ണ നിര്യാതിയായി. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് വാടാനപ്പള്ളി പൊതുശ്മശാനത്തിൽ. ബാലൻ, അയ്യപ്പൻ, സരസ്വതി, മല്ലിക, സുശീല, സുരേഷ്, രഘു എന്നിവർ മക്കളാണ്. വടക്കേക്കാരമുക്ക് അരിക്കൽ വീട്ടിൽ അരവിന്ദൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് നടത്തും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.